ഏവർക്കും ദ്രോണാചാര്യ പെരുമ്പാവൂരിലോട്ട് സ്വാഗതം. ജൂനിയർ കോപ്പറേറ്റീവ് ഇൻസ്പെക്ടർ കേരള ബാങ്ക് എക്സാമുമായി ബന്ധപ്പെട്ട് പാർട്ട് 1 കോപ്പറേഷൻ റിവിഷൻ സെഷൻ 2 26ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഫൈൻഡ് ദ റോങ് സ്റ്റേറ്റ്മെന്റ് ഓർ സ്റ്റേറ്റ്മെന്റ്സ് ഫ്രം ദ ഫോളോയിങ്. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ്, ദ സ്ട്രക്ചർ ഓഫ് കൺസ്യൂമർ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ഇൻ കേരള ഫാൾസ് അണ്ടർ 4 ടയർ. അതായത് കേരളത്തിലെ കൺസ്യൂമർ കോപ്പറേറ്റീവ് സൊസൈറ്റീസിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് 4 ടയർ എന്നാണ് സ്റ്റേറ്റ്മെൻറ്റ് തന്നിരിക്കുന്നത്. നമുക്കറിയാം ഇന്ത്യയിലാണെങ്കിലാണ് എന്തെന്ന് പറയുന്നത് 4 ടയർ, കേരളത്തിൽ വരുമ്പോൾ എന്താണത് 3 ടയർ ആണ് വരിക. അപ്പോൾ ആ സ്റ്റേറ്റ്മെൻറ്റ് എങ്ങനെയാണ്? ഫോൾസ് ആണ്, റോങ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. അടുത്തത്, NCCT ഈസ് ദ അപ്പെക്സ് അതോറിറ്റി ഫോർ കോപ്പറേറ്റീവ് ട്രെയിനിങ്. NCCT എന്ന് പറയുന്നത് എന്താണ്? കോപ്പറേറ്റീവ് ട്രെയിനിങ്ങിലെ അപ്പെക്സ് അതോറിറ്റിയാണ്. നമുക്കറിയാവുന്ന സ്റ്റേറ്റ്മെൻ്റ് ആണ്. അപ്പോൾ അതെന്താണ്? ട്രൂ സ്റ്റേറ്റ്മെൻ്റ് ആണ്. അടുത്തത്, നബാർഡ് ഹാസ് ഇറ്റ്സ് ഹെഡ് ക്വാർട്ടേഴ്സ് അറ്റ് ന്യൂഡൽഹി. അതായത് നബാർഡിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണെന്നാണ് സ്റ്റേറ്റ്മെൻറ്റ് തന്നിരിക്കുന്നത്? ന്യൂഡൽഹിയിൽ നിന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്കറിയാം എവിടെയാണ് നബാർഡിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് വരുന്നത്? മുംബൈ ആണ് ഹെഡ് ക്വാർട്ടേഴ്സ് വരിക. അപ്പോൾ ഈ സ്റ്റേറ്റ്മെൻറ്റും ഇങ്ങനെ തന്നെയാണ്, റോങ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഇനി ഫോർത്ത് വൺ, നബാർഡ് വാസ് ക്രിയേറ്റഡ് ഓൺ ദ റെക്കമെൻഡേഷൻ ഓഫ് ക്രാഫിക് കാർഡ് കമ്മിറ്റി. നബാർഡ് രൂപീകരിച്ചിരിക്കുന്നത് ക്രാഫിക് കാർഡ് കമ്മിറ്റിയുടെ റെക്കമെൻഡേഷൻ പ്രകാരമാണ്. നമുക്കറിയാം 1979 അപ്പോയിൻറ്റ് ചെയ്ത ക്രാഫിക് കാർഡ് കമ്മിറ്റിയുടെ റെക്കമെൻഡേഷൻ പ്രകാരമാണ് 1982 എന്ത് ചെയ്തത്? നബാർഡ് രൂപീകരിച്ചത്. അപ്പോൾ ആ സ്റ്റേറ്റ്മെൻറ്റും എങ്ങനെ തന്നെയാണ്? ട്രൂ ആണ്. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് റോങ് സ്റ്റേറ്റ്മെൻറ്റ്സ് ഏതാണെന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യാനാണ്. അപ്പോൾ ഫസ്റ്റ് വൺ തെറ്റായിരുന്നു, തേർഡ് വൺ തെറ്റായിരുന്നു. ആൻസർ വരിക ഏതാണ്? ഓപ്ഷൻ എ പറഞ്ഞിരിക്കുന്നു 1 and 2 only, ഓപ്ഷൻ ബി 2 and 3 only, ഓപ്ഷൻ സി 1 and 3 only, ഓപ്ഷൻ ഡി 4 only. 1 and 3 ആണ് റോങ് സ്റ്റേറ്റ്മെൻറ്റ്സ് വന്നിരിക്കുന്നത്. അപ്പോൾ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. Question number 27. Awas Bharati is the dash publication of NHB. Option A monthly, option B bi-monthly, option C quarterly, option D yearly. ആവാസ് ഭാരതി എന്ന് പറയുന്നത് NHBയുടെ നാഷണൽ ഹൗസിംഗ് ബാങ്കിൻ്റെ ക്വാർട്ടർലി പബ്ലിക്കേഷൻ ആണ്. ഓപ്ഷൻ സി ആണ് 27ൻ്റെ ആൻസർ ആയിട്ട് വരുന്നത്. ആവാസ് ഭാരതി NHBയുടെ ക്വാർട്ടർലി പബ്ലിക്കേഷൻ ആണ്. ഇനി NHBയുമായിട്ട് ബന്ധപ്പെട്ട ഒരു 2 സെൻറ്റൻസ് നോക്കാം. എന്താണ്? നാഷണൽ ഹൗസിംഗ് ബാങ്ക്, അതായത് NHB എന്ന് പറയുന്നത് എന്താണ്? ഓൺലി ഓൺഡ് ബൈ ദ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ. ഓർത്തിരിക്കണം, ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ ഉടമസ്ഥതയിൽ വന്നിട്ടുള്ള സ്ഥാപനമാണ് NHB എന്ന് പറയുന്നത്. NHB വാസ് എസ്റ്റാബ്ലിഷ്ഡ് ഓൺ, ഡേറ്റ് പഠിക്കുക, എന്നാണ് ജൂലൈ 9, 1988 എന്ത് ചെയ്തത്? രൂപീകരിച്ചത്. അതായത് നാഷണൽ ഹൗസിംഗ് ബാങ്ക് ആക്ട് 1987 പ്രകാരമാണ് NHB രൂപീകരിക്കുന്നത്. അതായത് ഒരു അപ്പെക്സ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ഹൗസിംഗ് ആയിട്ടാണ് NHB രൂപീകരിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്, അതായത് RBIയുടെ കയ്യിലായിരുന്നു എന്ത് ചെയ്യുന്നത്? ഈ പറയുന്ന NHBയുടെ എൻ്റയർ ക്യാപിറ്റലും ഉണ്ടായിരുന്നത്. പക്ഷേ ഏപ്രിൽ 24, 2019 എന്ത് ചെയ്തു? NHBയുടെ ആ ഷെയർ ക്യാപിറ്റൽ എല്ലാം എന്ത് ചെയ്തു? ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ കൈവശം വന്നു ചേർന്നിട്ടുണ്ട്, അല്ലെങ്കിൽ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. അതോടുകൂടി എന്തായി? NHB എന്ന് പറയുന്നത് എങ്ങനെയാണ്? ഓൺലി ഓൺഡ് ബൈ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആണ്. അത് കൃത്യമായിട്ട് ഓർത്തിരിക്കുക കേട്ടോ. അടുത്തത് 28ാമത്തെ ക്വസ്റ്റ്യൻ. ഫൈൻഡ് ദ റോങ് സ്റ്റേറ്റ്മെൻറ്റ് ഓർ സ്റ്റേറ്റ്മെൻറ്റ്സ് ഫ്രം ദ ഫോളോയിങ് ബേസ്ഡ് ഓൺ NCDC. ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്, NCDC വാസ് എസ്റ്റാബ്ലിഷ്ഡ് ബൈ ആൻ ആക്ട് ഓഫ് പാർലമെൻറ്റ് ഇൻ 13th March 1963 ആസ് എ സ്റ്റാറ്റ്യൂട്ടറി കോർപ്പറേഷൻ അണ്ടർ ദ മിനിസ്ട്രി ഓഫ് കോർപ്പറേഷൻ. ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞിരിക്കുന്നത് എന്താണ്? NCDC എന്താണ്? ആക്ട് ഓഫ് പാർലമെൻറ്റ് പാസ്സാക്കിക്കൊണ്ട് 13/3/1963 ഒരു സ്റ്റാറ്റ്യൂട്ടറി കോർപ്പറേഷൻ ആയിട്ട്, മിനിസ്ട്രി ഓഫ് കോർപ്പറേഷൻ്റെ കീഴിൽ ഒരു സ്റ്റാറ്റ്യൂട്ടറി കോർപ്പറേഷൻ ആയിട്ടാണ് രൂപീകരിച്ചതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്കറിയാം NCDC എന്ന് പറയുന്ന ഒരു സ്റ്റാറ്റ്യൂട്ടറി കോർപ്പറേഷൻ ആണ്. അപ്പോൾ ഈ സ്റ്റേറ്റ്മെൻറ്റ് എങ്ങനെയാണ്? ഇവിടെ കോ ഓപ്പറേഷൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്, സ്റ്റാറ്റ്യൂട്ടറി കോർപ്പറേഷൻ ആണ്. അപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് എങ്ങനെയാണ്? തെറ്റാണ്. ഇനി അടുത്ത് നോക്കാം. ഇറ്റ് വാസ് എസ്റ്റാബ്ലിഷ്ഡ് ഡ്യൂറിങ് 5th 5-year പ്ലാൻ. NCDC രൂപീകരിച്ചത് 5ാമത്തെ 5-year പ്ലാനിൻ്റെ സമയത്താണെന്നാണ് പറഞ്ഞിരിക്കുന്നത്, 1963. അപ്പോൾ എന്താണ്? 5th 5-year പ്ലാൻ വരത്തില്ല, ഏതേ വരത്തുള്ളൂ? 3rd 5-year പ്ലാനാണ്. അപ്പോൾ ഈ സ്റ്റേറ്റ്മെൻറ്റും എങ്ങനെയാണ്? റോങ് ആണ്. അടുത്ത സ്റ്റേറ്റ്മെൻറ്റ്, ജനറൽ കൗൺസിൽ ഈസ് ദ സുപ്രീം ബോഡി ഓഫ് NCDC വിച്ച് കൺസിസ്റ്റ് ഓഫ് 51 മെമ്പേഴ്സ്. അതായത് NCDCയുടെ ജനറൽ കൗൺസിൽ എന്ന് പറയുന്നതാണ് അതിൻ്റെ സുപ്രീം ബോഡി എന്ന് പറയുന്നത്. അതിൽ 51 മെമ്പേഴ്സ് ഉണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതെങ്ങനെയാണ്? കറക്റ്റ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. 51 മെമ്പേഴ്സാണ് അതിൽ സുപ്രീം ബോഡിയിൽ വരുന്നത്, അല്ലെങ്കിൽ ജനറൽ കൗൺസിലിൽ വരിക. അടുത്ത സ്റ്റേറ്റ്മെൻറ്റ്, ലിനക് denotes
ലക്ഷ്മൺ റാവു ഇനാംദാർ നാഷണൽ ഏജൻസി ഫോർ കോപ്പറേറ്റീവ് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ്. ലിനാക് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. അതിൻ്റെ അകത്തുനിന്ന് പറഞ്ഞിരിക്കുന്ന ഫുൾ നെയിം പറഞ്ഞിരിക്കുന്നത് നോക്കാം. ലക്ഷ്മൺ റാവു ഇനാംദാർ നാഷണൽ ഏജൻസി ഫോർ കോപ്പറേറ്റീവ് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഏജൻസി അല്ല വരേണ്ടത്, എന്താണ്? അക്കാദമി ഫോർ കോപ്പറേറ്റീവ് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻ്റ് ആണ്. അപ്പോൾ ആ സ്റ്റേറ്റ്മെൻറ്റും എങ്ങനെയാണ്? റോങ് ആണ് വരുന്നത്. അപ്പോൾ ഓപ്ഷൻസ് എന്താണ്? 1 and 3 only. ഓപ്ഷൻ ബി 1, 2 and 4 only. ഓപ്ഷൻ സി 3 only. ഓപ്ഷൻ ഡി 4 only. നമ്മളോട് പറഞ്ഞിരിക്കുന്നത് റോങ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ്. 1 തെറ്റാണ്, 2 തെറ്റാണ്, 4 തെറ്റാണ്. അപ്പോൾ ആൻസർ വരുന്നത് ഏതാണ്? ഓപ്ഷൻ ബി ആണ്. ഓപ്ഷൻ ബി ആണ് 28ൻ്റെ ആൻസറായിട്ട് വരിക. 29ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. NCCT ഈസ് ഹാവിംഗ് എ ഡാഷ് സിസ്റ്റം ഓഫ് കോപ്പറേറ്റീവ് ട്രെയിനിങ്. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ഓപ്ഷൻ എ യൂണിറ്ററി, ഓപ്ഷൻ ബി 2 ടയർ, ഓപ്ഷൻ സി 3 ടയർ, ഓപ്ഷൻ ഡി മിക്സഡ്. നമുക്കറിയാം NCCT എന്ന് പറയുന്ന ഏത് സിസ്റ്റമാണ് വരുന്നത്, ഏത് സ്ട്രക്ചറാണ് വരിക? 3 ടയർ സ്ട്രക്ചറാണ് ഫോളോ ചെയ്യുന്നത്. ഓപ്ഷൻ സി ആണ് അതിൻ്റെ അകത്ത് ആൻസറായിട്ട് വരുന്നത്. അപ്പോൾ നമുക്ക് അതുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് ഡീറ്റെയിൽസ് നോക്കാം. നാഷണൽ കൗൺസിൽ ഫോർ കോപ്പറേറ്റീവ് ട്രെയിനിങ് NCCT എസ്റ്റാബ്ലിഷ് ചെയ്തത് എന്നാണ്? 1 ജൂലൈ 1976. ഇനി അതിൻ്റെ പ്രവർത്തനം ആരംഭിച്ചതാണെങ്കിൽ 18/7/1976. ഇനി 3 ടയർ സ്ട്രക്ചറാണ്, നമ്മളത് പറഞ്ഞു കഴിഞ്ഞു. ഇനി 3 ടയർ സ്ട്രക്ചർ വരുമ്പോൾ എന്തെല്ലാം കാര്യങ്ങളാണ് അതിൻ്റെ അത് വരുന്നതെന്ന് നോക്കിക്കേ. അപ്പെക്സ് ലെവലിൽ എന്ത് വരും? വാംനികോം വരും. അപ്പെക്സ് ലെവലിൽ വാംനികോം. ഇനി തൊട്ട് താഴെ മിഡിൽ ലെവലിൽ 5 RICMകളും 14 ICMകളുമുണ്ട്. അതുകൂടാതെ അതിൻ്റെ ലോവർ ലെവലിൽ JTCs, അതായത് ജൂനിയർ ട്രെയിനിങ് സെൻറ്റേഴ്സും. അങ്ങനെയാണ് എന്ത് ചെയ്തത്? NCCTയുടെ 3 ടയർ സ്ട്രക്ചർ വരിക. അപ്പോൾ നമ്മുടെ ക്വസ്റ്റിൻ്റെ ആൻസർ ഏതായിരുന്നു വരുന്നത്? 3 ടയർ ആണ്. ഏതാണ് വരിക? ഓപ്ഷൻ സി 3 ടയർ ആണ് വരിക. 30ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഈസ് ദ മെയിൻ ഒബ്ജക്റ്റീവ് ഓഫ് ഡബിൾ കമ്പാർട്ട്മെൻറ്റൽ സിസ്റ്റം? ഓപ്ഷൻ എ എൻഷുർ ഗവേണൻസ് ഇൻ ക്രെഡിറ്റ് കോപ്പറേറ്റീവ്സ്. ഓപ്ഷൻ ബി എൻഷുർ എഫിഷ്യൻറ്റ് സ്റ്റോക്ക് മെയിൻ്റനൻസ് ആൻഡ് വെരിഫിക്കേഷൻ ഇൻ കൺസ്യൂമർ കോപ്പറേറ്റീവ്സ്. ഓപ്ഷൻ സി ടു എൻഷുർ ദ റിയലൈസേഷൻ ഓഫ് ഓവർഡ്യൂസ് ഇൻ ഫാർമേഴ്സ് സർവീസ് കോപ്പറേറ്റീവ്സ്. ഓപ്ഷൻ ഡി അഗ്രികൾച്ചറൽ മാർക്കറ്റിംഗ് കോപ്പറേറ്റീവ്സ് ഫോർ ഗ്രേഡിംഗ് ഫാം പ്രൊഡ്യൂസേഴ്സ്. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് വാട്ട് ഈസ് ദ മെയിൻ ഒബ്ജക്റ്റീവ് ഓഫ് ഡബിൾ കമ്പാർട്ട്മെൻറ്റൽ സിസ്റ്റം. നമുക്കറിയാം ഡബിൾ കമ്പാർട്ട്മെൻറ്റൽ സിസ്റ്റം എന്ന് പറയുന്നത് എന്താണ്? DWCSുമായിട്ട് റിലേറ്റ് ചെയ്ത് നമ്മൾ പഠിക്കുന്നതാണ്. അതായത് DWCSൽ എന്താണ്? സ്റ്റോക്ക് മാനേജ്മെൻറ്റിന് വേണ്ടിയിട്ടുള്ള ഒരു സ്പെഷ്യൽ അക്കൗണ്ടിംഗ് മെത്തേഡാണ് എന്തെന്ന് പറയുക? ഈ ഡബിൾ കമ്പാർട്ട്മെൻറ്റൽ സിസ്റ്റം അല്ലെങ്കിൽ വാല്യൂ കൺട്രോൾ സിസ്റ്റം എന്നൊക്കെ അറിയപ്പെടുന്നത്. അപ്പോൾ നമ്മുടെ ഓപ്ഷനിൽ ഏതാണ് ആൻസർ വരുന്നത്? മെയിൻ ഒബ്ജക്റ്റീവ് ഓഫ് ഡബിൾ കമ്പാർട്ട്മെൻറ്റൽ സിസ്റ്റം എന്ന് പറയുന്നത് എന്താണ്? ഓപ്ഷൻ ബി ആണ്. അതായത് എൻഷുർ എഫിഷ്യൻറ്റ് സ്റ്റോക്ക് മെയിൻ്റനൻസ് ആൻഡ് വെരിഫിക്കേഷൻ ഇൻ കൺസ്യൂമർ കോപ്പറേറ്റീവ്സ് ആണ് ആൻസറായിട്ട് വരിക. 30ാമത്തെ ക്വസ്റ്റിൻ്റെ ആൻസർ ഓപ്ഷൻ ബി ആണ്. ഇനി 31ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. DWCS ഡിനോട്ട്സ് ഓപ്ഷൻ എ ഡിസ്ട്രിക്റ്റ് ഹോൾസെയിൽ കോപ്പറേറ്റീവ് സ്റ്റോഴ്സ്. ഓപ്ഷൻ ബി ഡിസ്ട്രസ് ഹോൾസെയിൽ കോപ്പറേറ്റീവ് സ്റ്റോഴ്സ്. ഓപ്ഷൻ സി ഡിസ്ട്രിക്റ്റ് ഹോൾസെയിൽ കസ്റ്റമൈസ്ഡ് സ്റ്റോഴ്സ്. ഓപ്ഷൻ ഡി ഡയറക്റ്റ് ഹോൾസെയിൽ കോപ്പറേറ്റീവ് സ്റ്റോഴ്സ്. കൺസ്യൂമർ കോപ്പറേറ്റീവ്സിൻ്റെ സ്ട്രക്ചറിൻ്റെ അകത്ത് വരുന്നതാണ്, മിഡിൽ ലെവലിൽ വരുന്നതാണ് DWCS എന്ന് പറയുന്നത്. അപ്പോൾ തന്നെ നമുക്ക് ആൻസർ അറിയാം. എന്താ വരുന്നത്? ഡിസ്ട്രിക്റ്റ് ഹോൾസെയിൽ കോപ്പറേറ്റീവ് സ്റ്റോഴ്സ് ആണ് DWCS എന്ന് പറയുന്നത്. ഓപ്ഷൻ എ ആണ് ആൻസറായിട്ട് വരിക. ഇനി 32ാമത്തെ ക്വസ്റ്റ്യൻ. ഫൈൻഡ് ദ റോങ് സ്റ്റേറ്റ്മെൻറ്റ് ഓർ സ്റ്റേറ്റ്മെൻറ്റ്സ് ഫ്രം ദ ഫോളോയിങ്. ഫസ്റ്റ് വൺ, ദ ഹെഡ്ക്വാർട്ടേഴ്സ് ഓഫ് NHB ഈസ് സിറ്റുവേറ്റഡ് അറ്റ് മുംബൈ. NHBയുടെ ഹെഡ്ക്വാർട്ടേഴ്സ് സിറ്റുവേറ്റ് ചെയ്യുന്നത് എവിടെയാണ്? മുംബൈ അല്ല, വരുന്നത് എവിടെയാണ്? ന്യൂഡൽഹിയിലാണ് ഹെഡ്ക്വാർട്ടേഴ്സ് സിറ്റുവേറ്റ് ചെയ്യുക. ന്യൂഡൽഹിയിലാണ്. അപ്പോൾ ആ സ്റ്റേറ്റ്മെൻറ്റ് എങ്ങനെയാണ്? റോങ് വൺ ആണ്. അടുത്തത്, ദ ഹെഡ്ക്വാർട്ടേഴ്സ് ഓഫ് ഹഡ്കോ ഈസ് സിറ്റുവേറ്റഡ് അറ്റ് ന്യൂഡൽഹി. ഹെഡ്ക്വാർട്ടേഴ്സ് എവിടെയാണ് വരുന്നത്? ന്യൂഡൽഹിയാണ്. കറക്റ്റ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. അടുത്തത്, ലേബർ കൂപ്സ് ഈസ് ദ മന്ത്ലി പബ്ലിക്കേഷൻ ഓഫ് NLCF, നാഷണൽ ലേബർ കോപ്പറേറ്റീവ് ഫെഡറേഷൻ്റെ എന്താണ്? മന്ത്ലി പബ്ലിക്കേഷൻ ആണ് ലേബർ കൂപ്സ് എന്നാണ് സ്റ്റേറ്റ്മെൻറ്റ് തന്നിരിക്കുന്നത്. എന്താണ്? ക്വാർട്ടർലി ആണ്, മന്ത്ലി അല്ല, ക്വാർട്ടർലി പബ്ലിക്കേഷൻ ആണ് ലേബർ കൂപ്സ് എന്ന് പറയുക. അപ്പോൾ അതെങ്ങനെയാണ് സ്റ്റേറ്റ്മെൻറ്റ്? റോങ് ആണ്. നമ്മളോട് റോങ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ് ചോദിച്ചിരിക്കുന്നത്. 1, 3 ആണ് റോങ് സ്റ്റേറ്റ്മെൻറ്റ്സ് വന്നിരിക്കുന്നത്. ഓപ്ഷൻ എ 1 only, ഓപ്ഷൻ ബി 1 and 3 only, ഓപ്ഷൻ സി 2 only, ഓപ്ഷൻ ഡി ഓൾ സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ കറക്റ്റ്. 1 and 3 ആണ്. ഓപ്ഷൻ ബി ആണ് 32ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസറായിട്ട് വരിക. 33ാമത്തെ ക്വസ്റ്റ്യൻ. ഇൻ ഔട്ട്റൈറ്റ് പർച്ചേസ് സിസ്റ്റം ദ സൊസൈറ്റി മേക്ക് ഡാഷ് പർച്ചേസ് ഓഫ് ഗുഡ്സ് ഫ്രം ദ മെമ്പേഴ്സ്
ബൈ ഓഫറിംഗ് റൂളിംഗ് മാർക്കറ്റ് പ്രൈസ്? ഓപ്ഷൻ എ ക്യാഷ്, ഓപ്ഷൻ ബി ക്രെഡിറ്റ്, ഓപ്ഷൻ സി ഡിസ്കൗണ്ട്, ഓപ്ഷൻ ഡി നൺ ഓഫ് ദീസ്. അതായത് ഔട്ട്റൈറ്റ് പർച്ചേസ് സിസ്റ്റത്തിൽ സൊസൈറ്റി എങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്, മെമ്പേഴ്സിൻ്റെ കയ്യിൽ നിന്ന് ഗുഡ്സ് പർച്ചേസ് ചെയ്യുന്നത്? ഏത് തരത്തിലാണ് അറിയാം. എങ്ങനെയാണ് വരുന്നത്? ക്യാഷ് പർച്ചേസ് ആണ്. അതായത് റൂളിംഗ് മാർക്കറ്റ് പ്രൈസ് എത്രയാണോ അത് ക്യാഷ് ആയിട്ട് മെമ്പേഴ്സിന് കൊടുത്തിട്ടാണ് എന്ത് ചെയ്യുക, മാർക്കറ്റിംഗ് സൊസൈറ്റീസ് മെമ്പേഴ്സിൻ്റെ കയ്യിൽ നിന്ന് പർച്ചേസ് ചെയ്യുക. ഓപ്ഷൻ എ ആണ് ആൻസർ ആയിട്ട് വരിക. ഇനി അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള പോയിന്റ്സ് നമുക്ക് നോക്കാം. എന്താണ് ഔട്ട്റൈറ്റ് പർച്ചേസ് സിസ്റ്റം നോക്കാം. അതായത് കോപ്പറേറ്റീവ് മാർക്കറ്റിംഗ് സൊസൈറ്റീസ് എന്ത് ചെയ്യുന്നു, മാർക്കറ്റിൽ ബയ്യേഴ്സ് ആയിട്ട് എൻ്റർ ചെയ്യുന്നു. അതായത് ഒരു ബയ്യർ പോലെ മാർക്കറ്റിംഗ് സൊസൈറ്റി വരുവാണ്. ഇനി ആ സൊസൈറ്റി എന്ത് ചെയ്യുന്നു, പാർട്ടിസിപ്പേറ്റ്സ് ഇൻ ബിഡിങ്. അതായത് പ്രൈസ് പറയുന്നതിന്, ബിഡ് പ്രൈസ് പറയുന്നതിന് ആ സൊസൈറ്റിയും പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നു ടുഗദർ വിത്ത് അതർ ട്രേഡേഴ്സ് ആൻഡ് ക്രിയേറ്റ് കണ്ടീഷൻസ് ഓഫ് കോമ്പറ്റീഷൻ. മാർക്കറ്റിലൊരു കോമ്പറ്റീഷനുള്ള കണ്ടീഷൻ ക്രിയേറ്റ് ചെയ്യുന്നു. അതിൻ്റെ ഫലമായിട്ട് എന്ത് ചെയ്യും, പ്രൈസ് കൂടും. ദെൻ ദ കമ്മോഡിറ്റീസ് ദ പർച്ചേസ്ഡ് ബൈ എ സൊസൈറ്റി ആർ സോൾഡ് അഗെയിൻ വെൻ പ്രൈസസ് ആർ ഹയർ. അതായത് ഇങ്ങനെ ഒരു കോമ്പറ്റീഷൻ ക്രിയേറ്റ് ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ മെമ്പേഴ്സിന് എന്ത് കിട്ടും, അവർക്ക് ന്യായമായ വില കിട്ടുകയും അങ്ങനെ പർച്ചേസ് ചെയ്ത പ്രോഡക്റ്റ് എന്ത് ചെയ്യുന്നു, ഈ സൊസൈറ്റി എന്ത് ചെയ്യുന്നു, പിന്നീട് സോൾഡ് ചെയ്യും, വിറ്റഴിക്കും. എങ്ങനെയാണ്? വെൻ പ്രൈസസ് ആർ ഹയർ. അങ്ങനെ മാർക്കറ്റിംഗ് സൊസൈറ്റി ലാഭം ഉണ്ടാക്കുകയും ചെയ്യും. ആ തരത്തിൽ ചെയ്യുന്നതാണ് ഔട്ട്റൈറ്റ് പർച്ചേസ് സിസ്റ്റം എന്ന് പറയുക. 34ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. മാച്ച് ദ ഫോളോയിങ്. ഒരു സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. ഫസ്റ്റ് വൺ കൺസ്യൂമർ ഫെഡ്, ദെൻ നാഫിക്സ്, NLCF, ഹഡ്കോ. അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഇയേഴ്സ് നമുക്ക് റൈറ്റ് സൈഡിൽ തന്നിട്ടുണ്ട്. എന്നാണ് കൺസ്യൂമർ ഫെഡ് എസ്റ്റാബ്ലിഷ് ചെയ്തതെന്ന് ചോദിച്ചിട്ടുണ്ട്. എന്നാണ് കൺസ്യൂമർ ഫെഡ് വരുന്നത്? എന്താണ്? 1965. ഇനി നാഫിക്സ് രൂപീകരിച്ചത് 1966. അടുത്തത് NLCF, നാഷണൽ ലേബർ കോപ്പറേറ്റീവ് ഫെഡറേഷൻ, 1981. ഹഡ്കോ നമുക്കറിയാം എന്താണ്, 1970 രൂപീകരിച്ചത്. അപ്പോൾ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് വരുമ്പോൾ ഏതാണ്? ബി ആണ്. സെക്കൻഡ് വൺ വരുന്നത് എ ആണ്. തേർഡ് വരുന്നത് ഏതാണ്? ഓപ്ഷൻ ഡി ആണ്. ഫോർത്ത് വൺ ഓപ്ഷൻ സി ആണ്. തന്നിരിക്കുന്ന ഓപ്ഷൻ അനുസരിച്ച് നോക്കാം. 1 ബി, 2 എ, 3 ഡി, 4 സി. ഓപ്ഷൻ ബി 1 ബി, 2 ഡി, 3 സി, 4 എ. ഓപ്ഷൻ സി നോക്കിയേ, 1 സി, 2 എ, 3 ഡി, 4 ബി. ഓപ്ഷൻ ഡി 1 എ, 2 ബി, 3 സി, 4 ഡി. അപ്പോൾ തന്നിരിക്കുന്ന വെച്ച് നോക്കുമ്പോൾ നമുക്ക് ആൻസർ അറിയാം. ഏതാ വരുന്നത്? ഓപ്ഷൻ എ ആണ് വരിക. കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്. 35ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ദ അപ്പെക്സ് ബോഡി ഓഫ് ലേബർ കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് ഇൻ ഇന്ത്യ ഈസ്. ജൂനിയർ കോപ്പറേറ്റീവ് ഇൻസ്പെക്ടറിൻ്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻ ആയിരുന്നു. ഓപ്ഷൻ എ NAC, ഓപ്ഷൻ ബി NCDC, ഓപ്ഷൻ സി IAC, ഓപ്ഷൻ ഡി NLCF. ചോദിച്ചിരിക്കുന്നത് എന്താണ്? അപ്പെക്സ് ബോഡി ഓഫ് ലേബർ കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് ഇൻ ഇന്ത്യ. നമുക്കറിയാം ലേബർ കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് ഇന്ത്യയിലെ എന്താണ് അപ്പെക്സ് ബോഡി എന്ന് പറയുന്നത്? ഏതാണ്? NLCF ആണ്. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരിക. ഇനി NLCFുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് പോയിന്റ്സ് പറയാം. നാഷണൽ ലേബർ കോപ്പറേറ്റീവ്സ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡ് NLCFിൻ്റെ ഫുൾ നെയിമാണ്. ഇനി അത് എന്നാണ് പ്രാവർത്തികമായിട്ട് അല്ലെങ്കിൽ നിലവിൽ വന്നത് എന്നാണ്? 12 നവംബർ 1981. എന്തായിട്ടാണ് നമ്മൾ ക്വസ്റ്റ്യനിൽ പറഞ്ഞു? അപ്പെക്സ് ബോഡി ഓഫ് ലേബർ കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് ഇൻ ഇന്ത്യയാണ് NLCF എന്ന് പറയുന്നത്. എവിടെയും അതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് ന്യൂഡൽഹിയാണ്. ഇനി അതുപോലെ അവരുടെ ഒരു പബ്ലിക്കേഷനാണ് ലേബർ കൂപ്സ് എന്ന് പറയുന്നത്. ഒരു ക്വാർട്ടർലി പബ്ലിക്കേഷനാണ്. 1985 മുതലാണ് അത് പബ്ലിഷ് ചെയ്ത് തുടങ്ങിയത്. ഇത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കുക. 36ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഫൈൻഡ് ദ കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഓർ സ്റ്റേറ്റ്മെൻറ്റ്സ് ഫ്രം ദ ഫോളോയിങ്. ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്, നാഫെഡ് വാസ് എസ്റ്റാബ്ലിഷ്ഡ് ഓൺ 2 ഒക്ടോബർ 1959. പറഞ്ഞിരിക്കുന്നത് എന്താണ്? നാഫെഡ് എസ്റ്റാബ്ലിഷ് ചെയ്തത് ഒക്ടോബർ 2, 1959 എന്നാണ് തന്നിരിക്കുന്നത്. നമുക്കറിയാം 1958 എന്ത് ചെയ്തത്? നാഫെഡ് എസ്റ്റാബ്ലിഷ് ചെയ്തത്. അപ്പോൾ ഈ സ്റ്റേറ്റ്മെൻറ്റ് എങ്ങനെയാണ്? റോങ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. സെക്കൻഡ് വൺ, A class members in rubber marketing cooperative societies are individual farmers. റബ്ബർ മാർക്കറ്റിംഗ് സൊസൈറ്റീസിലെ എ ക്ലാസ് മെമ്പേഴ്സ് എന്ന് പറയുന്നത് ഇൻഡിവിജ്വൽ ഫാമേഴ്സ് എന്നാണ് സ്റ്റേറ്റ്മെൻറ്റിൽ തന്നിരിക്കുന്നത്. അപ്പോൾ എന്താണ്? റബ്ബർ മാർക്കറ്റിംഗ് സൊസൈറ്റിയിലെ എ ക്ലാസ് മെമ്പേഴ്സ് എന്ന് പറയുന്ന ആരാണ്? ഇൻഡിവിജ്വൽ മെമ്പേഴ്സ് അല്ല വരുന്നത്. ആരാണ്? കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആണ്. കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആണ് എ ക്ലാസ് മെമ്പേഴ്സ് ആയിട്ട് വരിക. അപ്പോൾ ആ സ്റ്റേറ്റ്മെൻറ്റും എങ്ങനെ തന്നെയാണ്? റോങ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. അടുത്തത്, കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് റബ്ബർ മാർക്കറ്റിംഗ് ഫെഡറേഷൻ വാസ് ഓർഗനൈസ്ഡ് ഇൻ 1971 ആൻഡ് ഇറ്റ്സ് ഹെഡ് ക്വാർട്ടേഴ്സ് ഈസ് സിറ്റുവേറ്റഡ് അറ്റ് കൊച്ചി. അതായത് കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് റബ്ബർ മാർക്കറ്റിംഗ് ഫെഡറേഷൻ 1971
രൂപീകരിച്ചതും അതുപോലെ തന്നെ അതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെ തന്നെയാണ്? കൊച്ചിയാണ്. അപ്പോൾ ആ സ്റ്റേറ്റ്മെൻറ്റ് എങ്ങനെയാണ്? കറക്റ്റ് വൺ ആണ്. അടുത്തത്, ദ റബ്ബർ ബോർഡ് ഈസ് എ സ്റ്റാറ്റ്യൂട്ടറി ബോഡി കോൺസ്റ്റിറ്റ്യൂട്ടഡ് ബൈ ദ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ അണ്ടർ ദ റബ്ബർ ആക്ട് 1947. റബ്ബർ ബോർഡ് എന്ന് പറയുന്നത് നമുക്കറിയാം എന്താണ്? ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്. ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആണ് അത് രൂപീകരിച്ചത്. ഏത് ആക്ട് പ്രകാരമാണ്? റബ്ബർ ആക്ട് 1947 പ്രകാരമാണ്. ആ സ്റ്റേറ്റ്മെൻറ്റും എങ്ങനെ തന്നെയാണ്? കറക്റ്റാണ്. അപ്പോൾ നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്സ് ഫൈൻഡ് ഔട്ട് ചെയ്യാനാണ്. ഓപ്ഷൻ എ 1 only, ഓപ്ഷൻ ബി 3 and 4 only, ഓപ്ഷൻ സി 2 and 4 only, ഓപ്ഷൻ ഡി 2 and 3 only. കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്സ് 3 and 4. അറിയാം ആൻസർ ഏതാ വരിക? 3 and 4, ഓപ്ഷൻ ബി ആണ് കറക്റ്റ് വൺ. 37ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ദ എംപ്ലോയീസ് ക്രെഡിറ്റ് സൊസൈറ്റീസ് ഹാവ് ഗോട്ട് ഡാഷ് സ്ട്രക്ചർ. JCയുടെ തന്നെ പ്രീവിയസ് ക്വസ്റ്റ്യൻ ആയിരുന്നു. ഓപ്ഷൻ എ യൂണിറ്ററി, ഓപ്ഷൻ ബി ക്വാസി, ഓപ്ഷൻ സി ഫെഡറൽ, ഓപ്ഷൻ ഡി ക്വാസി ഫെഡറൽ. അതായത് എംപ്ലോയീസ് ക്രെഡിറ്റ് സൊസൈറ്റീസ് ഏത് സ്ട്രക്ചറാണ് ഫോളോ ചെയ്യുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എംപ്ലോയീസ് ക്രെഡിറ്റ് സൊസൈറ്റീസ് എന്ന് പറയുമ്പോൾ ഏതാണ് വരിക? യൂണിറ്ററി ആണ് വരുന്നത്. ഓപ്ഷൻ എ ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഇനി എന്താണ് എംപ്ലോയി സൊസൈറ്റി അല്ലെങ്കിൽ എംപ്ലോയി ക്രെഡിറ്റ് സൊസൈറ്റി എന്ന് നോക്കാം. അതായത് സൊസൈറ്റീസ് ഫോംഡ് ബൈ ദ സാലറീഡ് എംപ്ലോയീസ് ആണ്. സാലറീഡ് അല്ലെങ്കിൽ പെർമനൻറ്റ് ഇൻകം ഉള്ള എംപ്ലോയീസ് രൂപീകരിക്കുന്ന സൊസൈറ്റിയാണ് ഈ പറഞ്ഞിരിക്കുന്ന എന്താണ്? എംപ്ലോയീസ് ക്രെഡിറ്റ് സൊസൈറ്റി എന്ന് പറയുക. ഇനി അവരുടെ മെയിൻ സോഴ്സ് ഓഫ് ഫണ്ട് എന്ന് പറയുന്നത് എന്താണ്? മെമ്പേഴ്സിൻ്റെ കയ്യിൽ നിന്നുള്ള ക്യാപിറ്റൽ എന്താണ് നോക്കാം. ഫ്രം ദ മെമ്പേഴ്സ് ആൻഡ് ഗവൺമെൻറ് എന്താണ്? ആസ് ഓൺ ഫണ്ട്സ്. മെമ്പേഴ്സിൻ്റെ കയ്യിൽ നിന്നും അതുപോലെ ഗവൺമെൻറ് കയ്യിൽ നിന്ന് കിട്ടുന്ന ആ എമൗണ്ട് ആണ് എന്തെന്ന് പറയുന്നത്? അവരുടെ മെയിൻ സോഴ്സ് ഓഫ് ക്യാപിറ്റൽ അല്ലെങ്കിൽ സോഴ്സ് ഓഫ് ഫണ്ട് എന്ന് പറയുന്നത്. ഇനി അതുകൂടാതെ ലോൺ ഫ്രം കേരള കോപ്പറേറ്റീവ് ബാങ്ക് ആൻഡ് ഡെപ്പോസിറ്റ്സ് ഫ്രം മെമ്പേഴ്സ് ആൻഡ് നോൺ മെമ്പേഴ്സ് ആർ ബോറോഡ് ഫണ്ട്സ്. അതായത് ബാങ്കിൽ നിന്ന് കിട്ടുന്ന ലോണും അതുപോലെ മെമ്പേഴ്സിൻ്റെ അല്ലെങ്കിൽ നോൺ മെമ്പേഴ്സിൻ്റെ കയ്യിൽ നിന്ന് കിട്ടുന്ന ഡെപ്പോസിറ്റ്സുമാണ് ഇവരുടെ എന്തെന്ന് പറയുക? ബോറോഡ് ഫണ്ട് എന്ന് പറയുന്നത്. അതുപോലെ എന്താണ്? മെമ്പേഴ്സിൻ്റെ കയ്യിൽ നിന്നും അതുപോലെ എന്താണ്? ഗവൺമെൻറ്റിൻ്റെ കയ്യിൽ നിന്ന് കിട്ടുന്നതാണ് അവരുടെ ഓൺ ഫണ്ട്. അത് രണ്ടും ഓർത്തിരിക്കുക കേട്ടോ. 38ാമത്തെ ക്വസ്റ്റ്യൻ. കേരള ബാങ്ക് ഈസ് ഒഫീഷ്യലി കെയിം ഇൻ ടു ഫോഴ്സ് ഓൺ. ഓപ്ഷൻ എ 27/11/2019, ഓപ്ഷൻ ബി 29/11/2019, ഓപ്ഷൻ സി 27/12/2019, ഓപ്ഷൻ ഡി 29/12/2019. നമുക്കറിയാം 13 DCBകൾ മെർജ് ചെയ്ത് ഒരൊറ്റ എൻറ്റിറ്റി ആയിട്ട് കേരള ബാങ്ക് എന്നുള്ള പേരിൽ വന്നത് എന്നാണ്? 29/11/2019. ഓപ്ഷൻ ബി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഇനി കേരള ബാങ്കിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എന്ന് പറഞ്ഞതാണ് കോബാങ്ക് ടവേഴ്സ്, തിരുവനന്തപുരമാണ്. അതുപോലെ തന്നെ ആ ഫസ്റ്റ് ടൈമിൽ അതിനോട് മെർജ് ചെയ്യാതിരുന്ന മലപ്പുറം DCB കേരള ബാങ്കിനോട് മെർജ് ചെയ്തത് എന്നാണെന്ന് ചോദിച്ചാൽ 12/1/2023. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 39. നാഷണൽ കോപ്പറേറ്റീവ് അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ് ബാങ്ക്സ് ഫെഡറേഷൻ വാസ് രജിസ്റ്റേർഡ് ഓൺ. ജൂനിയർ ക്ലർക്ക് എക്സാമിൻ്റെ തന്നെ പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ഫസ്റ്റ് വൺ 5th October 1960, ഓപ്ഷൻ ബി 6th October 1960, ഓപ്ഷൻ സി 7th October 1960, ഓപ്ഷൻ ഡി 8th October 1960. അതായത് NCARDBF പി കാർഡ് ബാങ്കിൻ്റെയും KS കാർഡ് ബാങ്കിൻ്റെയും എല്ലാം അപ്പെക്സ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്തത് അല്ലെ അത് എന്നാണ് രൂപീകരിച്ചതെന്ന് ചോദിച്ചാൽ 6th October 1960 ആണ്. ഓപ്ഷൻ ബി ആണ് 39ൻ്റെ ആൻസർ വരിക. ഇനി അത് അഡ്മിനിസ്ട്രേഷൻ അല്ലെങ്കിൽ NCARDBFൻ്റെ അഡ്മിനിസ്ട്രേഷൻ വരുന്നതെന്ന് പറഞ്ഞാൽ മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 2002 പ്രകാരമാണ്. അതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് സിറ്റുവേറ്റ് ചെയ്യുന്നത് എവിടെയാണ്? വാഷി, മുംബൈ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 40ാമത്തെ ക്വസ്റ്റ്യൻ. നെയിം ദ സൊസൈറ്റി വിച്ച് ഈസ് പെർമിറ്റഡ് ടു ഗീവ് ഡിവിഡൻഡ് ടു ഇറ്റ്സ് നോമിനൽ മെമ്പേഴ്സ്. ഓപ്ഷൻ എ മാർക്കറ്റിംഗ് സൊസൈറ്റീസ്, ഓപ്ഷൻ ബി കൺസ്യൂമർ കോപ്പറേറ്റീവ്സ്, ഓപ്ഷൻ സി കേരള ബാങ്ക്, ഓപ്ഷൻ ഡി മിൽമ. ചോദിച്ചിരിക്കുന്നത് എന്താണ്? നെയിം ദ സൊസൈറ്റി വിച്ച് ഈസ് പെർമിറ്റഡ് ടു ഗീവ് ഡിവിഡൻഡ് ടു ഇറ്റ്സ് നോമിനൽ മെമ്പേഴ്സ്. അതായത് ഏത് സൊസൈറ്റിയാണ് അതിൻ്റെ നോമിനൽ മെമ്പേഴ്സിന് ഡിവിഡൻഡ് കൊടുക്കാനുള്ള പെർമിഷൻ ഉള്ളത്? നമുക്കറിയാം എന്താണ്? കേരള ബാങ്ക് മാത്രമാണ് എന്ത് ചെയ്യുന്നത്? നോമിനൽ മെമ്പേഴ്സിന് എന്ത് കൊടുക്കുക? ഡിവിഡൻഡ് കൊടുക്കുക. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരിക. 41ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഫൈൻഡ് ദ കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഓർ സ്റ്റേറ്റ്മെൻറ്റ്സ് ഫ്രം ദ ഫോളോയിങ്. ഫസ്റ്റ് വൺ, കോമ്പറ്റീഷൻ ഈസ് എ പ്രോസസ് ഇൻ വിച്ച് ദ എയിം ഈസ് ടു നാച്ചുറലൈസ്, ഇൻജുർ ഓർ എലിമിനേറ്റ് ദർ റൈവൽസ്. അതായത് കോമ്പറ്റീഷൻ എന്ന് പറയുന്നത് എന്താണ്? ഒരു സോഷ്യൽ പ്രോസസ്സാണ്. വിച്ച് ഈസ് ദ
എയിം ഈസ് ടു നാച്ചുറലൈസ്, ഇൻജുർ ഓർ എലിമിനേറ്റ് ദർ റൈവൽസ്. അതായത് ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ കോമ്പറ്റീഷനുമായിട്ട് നോക്കുമ്പോൾ എന്താണ്, തെറ്റാണ്. അതായത് മറ്റുള്ള ഫേമുമായിട്ട് അല്ലെങ്കിൽ സൊസൈറ്റിയുമായിട്ട് എന്ത് ചെയ്യുക, അല്ലെങ്കിൽ ഒരു ബിസിനസ് ഫേമുമായിട്ട് എന്ത് ചെയ്യുക, കോമ്പറ്റീറ്റ് ചെയ്ത് അവരെ ഓവർകം ചെയ്യുക എന്നല്ലാതെ അവരെ എലിമിനേറ്റ് ചെയ്യാനൊന്നും ഉദ്ദേശിക്കുന്നില്ല. അപ്പോൾ ഒരു സോഷ്യൽ പ്രോസസ്സിൽ കോമ്പറ്റീഷൻ എന്ന് പറയുമ്പോൾ ആ സൊസൈറ്റിയിലുള്ള കാര്യങ്ങൾ അനുസരിച്ചിട്ട് മാത്രമേ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് വരുമ്പോൾ എങ്ങനെയാണ്, റോങ് ആണ്. ആരെയും എലിമിനേറ്റ് ചെയ്യാനോ ആരെയും ഇൻജുർ ചെയ്യാനോ കോമ്പറ്റീഷനിൽ പാടില്ല. അടുത്തത്, ഓൾ സർവീസസ് അണ്ടർ വൺ റൂഫ് ഈസ് ദ കൺസെപ്റ്റ് ഓഫ് യൂണിവാലൻ്റ് കോപ്പറേറ്റീവ്സ്. ഓൾ സർവീസസ് അണ്ടർ വൺ റൂഫ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം എന്താണ്, പോളിവാലൻ്റ് ആണ് വരുന്നത്, യൂണിവാലൻ്റ് അല്ല വരുന്നത്, പോളിവാലൻ്റ് ആണ്. അപ്പോൾ ആ സ്റ്റേറ്റ്മെൻറ്റും എങ്ങനെയാണ്, തെറ്റാണ്. അടുത്തത്, ഇൻ ദ കൺവെൻഷണൽ കോപ്പറേറ്റീവ് മോഡൽ ദ ഗവൺമെൻറ് ഓർ ലോക്കൽ അഡ്മിനിസ്ട്രേഷൻ ടേക്ക് ദ ഇനീഷ്യേറ്റീവ്സ് ഇൻ സെറ്റിംഗ് ഓഫ് സൊസൈറ്റി. അതായത് കൺവെൻഷണൽ കോപ്പറേറ്റീവ് മോഡൽ സൊസൈറ്റി ക്രിയേറ്റ് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ഗ്രീൻ ഹൗസ് അല്ലെങ്കിൽ കൺവെൻഷണൽ കോപ്പറേറ്റീവ് അല്ലെങ്കിൽ ബ്ലൂ പ്രിൻ്റ് എന്നൊക്കെ പറഞ്ഞ മെത്തേഡുണ്ട്. അപ്പോൾ കൺവെൻഷണൽ കോപ്പറേറ്റീവിൽ ഗവൺമെൻറ് ആണ് അല്ലെങ്കിൽ ലോക്കൽ അഡ്മിനിസ്ട്രേഷൻ ആണ് എന്ത് ചെയ്യുന്നത്, ഇനീഷ്യേറ്റീവ് എടുക്കുന്നത്, സൊസൈറ്റി രൂപീകരിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ഇനീഷ്യേറ്റീവ്സ് എടുക്കുക. അപ്പോൾ ആ സ്റ്റേറ്റ്മെൻറ്റ് എങ്ങനെയാണ് വരിക, ശരിയാണ്. അടുത്തത്, ഇന്ത്യൻ കോഫി ബോർഡ് വർക്കേഴ്സ് കോപ്പറേറ്റീവ് സൊസൈറ്റി ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് സ്മോൾ സൈസ് കോപ്പറേറ്റീവ്സ്. ഇന്ത്യ കോഫി ബോർഡ് വർക്കേഴ്സ് കോപ്പറേറ്റീവ് സൊസൈറ്റി എന്ന് പറയുന്നത് സ്മോൾ സൈസ് കോപ്പറേറ്റീവ്സിന് എക്സാമ്പിൾ എന്നാണ് തന്നിരിക്കുന്നത്. സ്മോൾ സൈസ് അല്ല വരുന്നത്, എന്താണ്, മീഡിയം സൈസ് ആണ് വരിക. അപ്പോൾ ഈ സ്റ്റേറ്റ്മെൻറ്റ് എങ്ങനെയാണ്, റോങ് ആണ്. നമ്മളോട് കറക്റ്റ് സ്റ്റേറ്റ്മെൻ്റ് ആണ് ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത്. 1, 2 and 3 only, then 1, 2 and 4 only, 1, 2 only, ഓപ്ഷൻ ഡി 3 only. അപ്പം തന്നിരിക്കുന്നതിൽ ഓപ്ഷൻ 3 മാത്രമാണ് കറക്റ്റായിട്ട് വരിക. അപ്പോൾ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്, 3 only ആണ്. 42ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. മൾട്ടി പർപ്പസ് സൊസൈറ്റീസ് മീൻസ് ദ സൊസൈറ്റി പ്രൊവൈഡഡ്. ഓപ്ഷൻ എ, മോർ ദാൻ വൺ പർപ്പസ്. ഓപ്ഷൻ ബി, വൺ പർപ്പസ്. ഓപ്ഷൻ സി, നോ സർവീസ്. ഓപ്ഷൻ ഡി, നൺ ഓഫ് ദീസ്. മൾട്ടി പർപ്പസ് സൊസൈറ്റീസ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ആൻസർ അറിയാം. എന്താണ്, സൊസൈറ്റി പ്രൊവൈഡ് മോർ ദാൻ വൺ പർപ്പസ് ആണ്. ഓപ്ഷൻ എ ആണ് ആൻസർ ആയിട്ട് വരിക. ഇനി സിംഗിൾ പർപ്പസ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ്, അപ്പോൾ നമ്മൾ പറഞ്ഞത് മൾട്ടി പർപ്പസ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആണ്. അതിൻ്റെ മറ്റൊരു പേരാണ് എന്തെന്ന് പറയുന്നത്, പോളിവാലൻ്റ് എന്നറിയപ്പെടുക. ഇനി നേരെ ഓപ്പോസിറ്റ് എന്താണ്, മൾട്ടി പർപ്പസ് എന്ന് പറയുമ്പോൾ ഒരേ സമയം ഒന്നിലധികം പർപ്പസസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് മൾട്ടി പർപ്പസ് കോപ്പറേറ്റീവ് സൊസൈറ്റിയാണ്. ഇനി ഒരു സൊസൈറ്റി ഒരു സിംഗിൾ പർപ്പസ് മാത്രമാണ് കൊടുക്കുന്നതെങ്കിൽ അതിനെ സിംഗിൾ പർപ്പസ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് അല്ലെങ്കിൽ യൂണിവാലൻ്റ് എന്നാണ് പറയുക. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 43, കോമ്പറ്റീഷൻ, കോൺഫ്ലിക്റ്റ് ആൻഡ് കോപ്പറേഷൻ ആർ ഡാഷ്. ഓപ്ഷൻ എ, ഇൻസ്റ്റിറ്റ്യൂഷണൽ വാല്യൂസ്. ഓപ്ഷൻ ബി, സോഷ്യൽ പ്രോസസ്. ഓപ്ഷൻ സി, എത്തിക്കൽ വാല്യൂസ്. ഓപ്ഷൻ ഡി, നൺ ഓഫ് ദീസ്. കോമ്പറ്റീഷൻ, കോൺഫ്ലിക്റ്റ് ആൻഡ് കോപ്പറേഷൻ ആർ സോഷ്യൽ പ്രോസസ്സാണ്. ഈ പറഞ്ഞിരിക്കുന്ന എല്ലാം സൊസൈറ്റിയിൽ വരുന്ന കാര്യങ്ങളാണ്, കോമ്പറ്റീഷനും കോൺഫ്ലിക്റ്റും കോപ്പറേഷനും. അപ്പോൾ ആൻസർ വരുന്നത് എന്താണ്, ഓപ്ഷൻ ബി ആണ്, സോഷ്യൽ പ്രോസസ്സാണ്. അതായത് ഒരു സോഷ്യൽ പ്രോസസ്സ് എന്ന് പറയുമ്പോൾ അതായത് എന്താണ്, ആക്ടിവിറ്റീസ്, ആക്ഷൻസ്, അതുപോലെ ആൻഡ് ഓപ്പറേഷൻസ് ദാറ്റ് ഇൻവോൾവ്സ് ദ ഇൻറ്ററാക്ഷൻ ബിറ്റ്വീൻ പീപ്പിൾസ്. അതായത് ആളുകൾ തമ്മിലുള്ള ഇൻട്രാക്ഷൻ മുഖേന ഉണ്ടാകുന്ന കാര്യങ്ങളാണ് എന്തെന്ന് പറയുന്നത്, ഈ പറയുന്ന കോമ്പറ്റീഷനും കോൺഫ്ലിക്റ്റും കോപ്പറേഷനും. ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി, സോഷ്യൽ പ്രോസസ് ആണ്. 44ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. യുണീക്ക് ഓർഗനൈസേഷണൽ റെസ്പോൺസ് ടു സ്പെസിഫിക് ലോക്കൽ പ്രോബ്ലം ഈസ് ഡാഷ്. ഓപ്ഷൻ എ, ബ്ലൂ പ്രിൻ്റ്. ഓപ്ഷൻ ബി, ഗ്രീൻ ഹൗസ്. ഓപ്ഷൻ സി, കൺവെൻഷണൽ മോഡൽ. ഓപ്ഷൻ ഡി, കളക്റ്റീവ് മോഡൽ. ചോദിച്ചിരിക്കുന്നത് എന്താണ്, യുണീക്ക് ഓർഗനൈസേഷണൽ റെസ്പോൺസ് ടു സ്പെസിഫിക് ലോക്കൽ പ്രോബ്ലം. അതായത് ഒരു ലോക്കൽ പ്രോബ്ലം വരുമ്പോൾ അതിനൊരു ഓർഗനൈസേഷണൽ റെസ്പോൺസ് എന്താണ്, അല്ലെങ്കിൽ പരിഹരിക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ അതിൻ്റെ ആൻസർ വരുന്നത് എന്താണ്, ഒരു ഗ്രീൻ ഹൗസ്, ഒരു പർട്ടിക്കുലർ പ്രോബ്ലം പരിഹരിക്കുന്നതിന് വേണ്ടി ക്രിയേറ്റ് ചെയ്യുന്നതാണ് ഗ്രീൻ ഹൗസ് എന്ന് പറയുക. അപ്പോൾ ഓപ്ഷൻ ബി ആണ് അതിനകത്ത് ആൻസർ ആയിട്ട് വരിക. എന്താണ് ഗ്രീൻ ഹൗസ് നോക്കാം. എന്താണ്, ഇൻ ഗ്രീൻ ഹൗസ് കോപ്പറേറ്റീവ്സ് അല്ലെങ്കിൽ ഡിസ്കോഴ്സ് ലോക്കൽ പീപ്പിൾ ഓർഗനൈസ് ദംസെൽസ് ആൻഡ് ഓർഗനൈസ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് അക്കോർഡിംഗ് ടു ദ ലോക്കൽ നീഡ്സ്. ഒരു ലോക്കൽ ഏരിയയിലുള്ള ആളുകളുടെ ലോക്കൽ നീഡ്സ് പരിഹരിക്കുന്നതിന് വേണ്ടി അവിടെയുള്ള ലോക്കൽ പീപ്പിൾ തന്നെ എന്ത് ചെയ്യുന്നു, ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി രൂപീകരിക്കുകയാണെങ്കിൽ അതിന് പറയുന്നതാണ് ഗ്രീൻ ഹൗസ് എന്ന് പറയാം. ഇപ്പോൾ എക്സാമ്പിൾ നമുക്ക് മാർക്കറ്റിംഗ് സൊസൈറ്റി പറയാം. അവിടെയുള്ള ആളുകളുടെ പ്രൊഡക്റ്റുകൾ മാർക്കറ്റ് ചെയ്യാൻ വേണ്ടി ഒരു പരിമിതികളുണ്ടെങ്കിൽ അത് ഓവർകം ചെയ്യാൻ വേണ്ടി മാർക്കറ്റിംഗ് സൊസൈറ്റീസ് ഒക്കെ രൂപീകരിക്കുക. അതിനാണ് എന്തെന്ന് പറയുക, ഗ്രീൻ ഹൗസ്.
ആ തരത്തിൽ സൊസൈറ്റി രൂപീകരിക്കുന്നതാണ് ഗ്രീൻ ഹൗസ്. നമ്മൾ നേരത്തെ പറഞ്ഞു ബ്ലൂ പ്രിൻ്റ് ഉണ്ട്, കൺവെൻഷണൽ മോഡലുണ്ട്, ഗ്രീൻ ഹൗസ്. അപ്പോൾ അതിലൊരെണ്ണമാണ് എന്തെന്ന് പറയുക, ഗ്രീൻ ഹൗസ് എന്ന് പറയുക. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 45. ഇമ്പോസിഷൻ ഓഫ് സെറ്റ് പാറ്റേൺഡ് മോഡൽ ഇൻ ആൻ ഓർഗനൈസേഷൻ ഈസ് ഡാഷ്. ഓപ്ഷൻ എ ബ്ലൂ പ്രിൻ്റ്, ഓപ്ഷൻ ബി ഗ്രീൻ ഹൗസ്, ഓപ്ഷൻ സി കൺവെൻഷണൽ മോഡൽ, ഓപ്ഷൻ ഡി കളക്റ്റീവ് മോഡൽ. നമ്മൾ നേരത്തെ ഒരു ക്വസ്റ്റ്യന് പറഞ്ഞിരുന്നു കൺവെൻഷണൽ മോഡൽ എന്ന് വെച്ചാൽ ഗവൺമെൻറ് എന്ത് ചെയ്യുന്ന ഒരു സൊസൈറ്റി രൂപീകരിക്കുന്നു ഇനീഷ്യേറ്റീവ് എടുത്തിട്ട്. തൊട്ട് മുന്നേ നമ്മളിവിടെ പറഞ്ഞു ഗ്രീൻ ഹൗസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു ലോക്കൽ പ്രോബ്ലത്തിനെ പരിഹരിക്കാൻ വേണ്ടി അവിടെയുള്ള ലോക്കൽ പീപ്പിൾസ് തന്നെ സൊസൈറ്റി രൂപീകരിക്കുന്നു. അതാണ് എന്തെന്ന് പറയുക, ഗ്രീൻ ഹൗസ് എന്ന് പറയുന്നത്. ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഇമ്പോസിഷൻ ഓഫ് സെറ്റ് പാറ്റേൺഡ് മോഡൽ, അത് ഓൾറെഡി ഡിസൈൻ ചെയ്തു വെച്ചിരിക്കുന്ന ഒരു മോഡൽ എന്ത് ചെയ്യുന്നു, ഇമ്പോസ് ചെയ്യുന്നു, ഉപയോഗിക്കുന്നു ഇൻ ആൻ ഓർഗനൈസേഷൻ. അതാണ് എന്തെന്ന് പറയുക, ബ്ലൂ പ്രിൻ്റ്. ഓപ്ഷൻ എ ആണ് 45-ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ആയിട്ട് വരിക. 46-ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഇൻ എ മേജർ മൂവ് ടു ക്ലിയർ loan dues from cooperative societies and banks, the registrar of cooperatives has launched Nava Keraliyam dues clearance in which year? അതായത് എന്താണ് ചോദിച്ചിരിക്കുന്നത്, ക്ലിയർ ലോൺ ഡ്യൂസ് ഫ്രം കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആൻഡ് ബാങ്ക്സ്. കോപ്പറേറ്റീവ് സൊസൈറ്റീസിൻ്റെ അല്ലെങ്കിൽ ബാങ്ക്സിൻ്റെ ഒക്കെ ലോൺ ഡ്യൂസ് ക്ലിയർ ചെയ്യുന്നതിന് വേണ്ടി രജിസ്ട്രാർ ഓഫ് കോപ്പറേറ്റീവ്സ് ലോഞ്ച് ചെയ്ത നവകേരളീയം ഡ്യൂസ് ക്ലിയറൻസ് എന്ന് പറയുന്ന ഒരു ക്യാമ്പയിൻ ഏത് വർഷമാണ് ഇംപ്ലിമെൻറ്റ് ചെയ്തതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ വരുന്നത് 2018 ഓപ്ഷൻ സി ആണ് ആൻസറായിട്ട് വരിക. അതായത് ഒരൊറ്റ തവണ തീർപ്പാക്കൽ എന്നൊക്കെ പറയുന്ന രീതിയിൽ അവരുടെ ഡ്യൂസ് എത്രയാണോ അവർക്കൊരു വൺ ടൈം കൊടുക്കണം, ആ വൺ ടൈം സെറ്റിൽമെൻറ്റിനുള്ള ഒരു അവസരം കൊടുക്കുന്നതാണ് എന്തെന്ന് പറയുന്നത് നവകേരളീയം ഡ്യൂസ് ക്ലിയറൻസ് എന്ന് പറയുന്നത്. 2018 ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്തത്. 47-ാമത്തെ ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ റോങ് സ്റ്റേറ്റ്മെൻറ്റ് ഓർ സ്റ്റേറ്റ്മെൻറ്റ്സ് ഫ്രം ദ ഫോളോയിങ്. First one, in better farming, a society purchases material in bulk and provides improved methods of cultivation among the members without pooling their lands and resources. അതായത് ബെറ്റർ ഫാമിങ്ങിൽ സൊസൈറ്റി എന്ത് ചെയ്യുന്നു, കൃഷിക്ക് ആവശ്യമായിട്ടുള്ള റിസോഴ്സസ് എല്ലാം ബൾക്കായിട്ട് പർച്ചേസ് ചെയ്യുന്നു. അത് എന്താണ്, അതുകൂടാതെ ഇംപ്രൂവ്ഡ് മെത്തേഡ് ഓഫ് കൾട്ടിവേഷനും മെമ്പേഴ്സിന് കൊടുക്കുന്നു. വിത്തൗട്ട് പൂളിംഗ് ദെയർ ലാൻഡ്സ് ആൻഡ് റിസോഴ്സസ് എന്ന് പറയുന്നുണ്ട്. അവരുടെ ലാൻഡോ റിസോഴ്സസ് ഒന്നും കൃഷിക്ക് വേണ്ടി പൂൾ ചെയ്യുന്നില്ല. അത് എന്താണ്, ബെറ്റർ ഫാമിങ്ങുമായിട്ട് പറയുന്ന എല്ലാ കാര്യങ്ങളും എങ്ങനെയാണ്, കറക്റ്റാണ്. നമ്മളോട് റോങ് സ്റ്റേറ്റ്മെൻ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. സെക്കൻഡ് വൺ, ഓണർഷിപ്പ് ഡിവിഡൻഡ് ഈസ് റിലേറ്റഡ് ടു ടെനൻറ്റ് ഫാമിങ്. ടെനൻറ്റ് ഫാമിങ്ങിൽ ഓണർഷിപ്പ് ഡിവിഡൻഡ് വരുന്നുണ്ടോ? ടെനൻറ്റ് ഫാമിങ്ങിലല്ല വരുന്നത്. എവിടെയാണ് വരിക? ജോയിൻറ്റ് ഫാമിങ്ങിലാണ് എന്ത് ചെയ്തത്, ഓണർഷിപ്പ് ഡിവിഡൻഡ് വരിക. ജോയിൻറ്റ് ഫാമിങ്ങിലാണ്. അതായത് എന്താണ് ഓണർഷിപ്പ് ഡിവിഡൻഡ് എന്ന് പറഞ്ഞാൽ എത്രമാത്രം ഭൂമി അവർ കൃഷിക്ക് വേണ്ടി ജോയിൻ ചെയ്യുന്നുണ്ടോ അതിൻ്റെ ബേസിൽ അവർക്ക് ഡിവിഡൻഡ് കിട്ടുക. അതാണ് ജോയിൻറ്റ് ഫാമിങ്. അപ്പോൾ ഇവിടെ ഈ സ്റ്റേറ്റ്മെൻറ്റ് റോങ് ആണ്. അടുത്തത്, ഇൻ ടെനൻറ്റ് ഫാമിംഗ് സൊസൈറ്റി അക്വയർസ് ഓർ ഓൺസ് ദ ലാൻഡ് ഫോർ കൾട്ടിവേഷൻ ആൻഡ് ദ സൊസൈറ്റി അലോട്ടഡ് ദ ലാൻഡ് ടു മെമ്പേഴ്സ് ഫോർ കൾട്ടിവേഷൻ ഓൺ റെൻ്റൽ ബേസിസ്. ടെനൻറ്റ് ഫാമിംഗ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം റെൻ്റൽ ബേസിസിൽ എന്ത് ചെയ്യുന്നു, ഭൂമി കൊടുത്ത് അവരെ കൊണ്ട് കൃഷി ചെയ്യിക്കുകയാണ്. അപ്പോൾ ആ സ്റ്റേറ്റ്മെൻറ്റ് എങ്ങനെയാണ്, കറക്റ്റാണ്. അടുത്തത്, ഇൻ കളക്റ്റീവ് ഫാമിംഗ് ഓൾ ലാൻഡ് ആർ ഓൺഡ് ആൻഡ് ഹെൽഡ് ബൈ ദ സൊസൈറ്റി. കളക്റ്റീവ് ഫാമിങ്ങിൽ എന്തിന്, ഓൾ ലാൻഡ് എന്ന് പറയുന്നത് എന്താണ്, സൊസൈറ്റിയുടെ കൈവശമാണ്. ഇനി മെമ്പേഴ്സിനെ എംപ്ലോയ് ചെയ്തിട്ട് കൃഷി ചെയ്യിക്കുകയാണ്. അതിനുശേഷം അവർ വർക്ക് ചെയ്തതനുസരിച്ച് അവർക്ക് പ്രോഫിറ്റ് അല്ലെങ്കിൽ ഡിവിഡൻഡ് ഒക്കെ കൊടുക്കുന്നതാണ് കളക്റ്റീവ് ഫാമിംഗ് എന്ന് പറയുക. അപ്പോൾ ഈ സ്റ്റേറ്റ്മെൻറ്റും എങ്ങനെയാണ്, കറക്റ്റാണ്. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് റോങ് സ്റ്റേറ്റ്മെൻറ്റ്സ് ഫൈൻഡ് ഔട്ട് ചെയ്യാനാണ്. ഓപ്ഷൻ എ 1, 2 only, ഓപ്ഷൻ ബി 2 only, ഓപ്ഷൻ സി 3 and 4 only, ഓപ്ഷൻ ഡി 4 only. എന്താണ് റോങ് സ്റ്റേറ്റ്മെൻറ്റ്സ് തന്നിരിക്കുന്നതിൽ സെക്കൻഡ് വൺ മാത്രമാണ് റോങ് ആയിട്ടുള്ളത്. അപ്പോൾ ഓപ്ഷൻ ബി ആണ് ആൻസർ ആയിട്ട് വരിക. 48-ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ബേസ്ഡ് ഓൺ കോമ്പറ്റീഷൻ ഫൈൻഡ് ദ റോങ് സ്റ്റേറ്റ്മെൻറ്റ് ഓർ സ്റ്റേറ്റ്മെൻറ്റ്സ് ഫ്രം ദ ഫോളോയിങ്. ഫസ്റ്റ് വൺ, ഇറ്റ് ഈസ് ഇംപേഴ്സണൽ ഇൻ നേച്ചർ. പ്രീവിയസ് ഒരു ക്വസ്റ്റ്യൻ നമ്മൾ പറഞ്ഞിരുന്നു കോമ്പറ്റീഷൻ, കോപ്പറേഷൻ എന്നൊക്കെ പറയുന്നത് എന്താണ്, അല്ലെങ്കിൽ കോൺഫ്ലിക്റ്റ് ഒക്കെ എന്താണ്, സോഷ്യൽ പ്രോസസ്സിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ് നമ്മൾ പറഞ്ഞിരുന്നു. ഇനി കോമ്പറ്റീഷനുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യനാണ് നമ്മൾക്ക് തന്നിരിക്കുന്നത്. ഇറ്റ് ഈസ് ഇംപേഴ്സണൽ ഇൻ നേച്ചർ. അതായത് ഒരു കോമ്പറ്റീഷൻ വരുമ്പോൾ എന്താണ്, ഒരു പേഴ്സണൽ നേച്ചർ അല്ല അവിടെ വരുന്നത്, എന്താണ്, ഇംപേഴ്സണൽ നേച്ചർ തന്നെയാണ് അവിടെ വരിക. അപ്പോൾ ആ സ്റ്റേറ്റ്മെൻറ്റ് എങ്ങനെയാണ്, കറക്റ്റാണ്. ഇനി അടുത്തത്, നോ പേഴ്സണൽ കോണ്ടാക്ട് ബിറ്റ്വീൻ കോമ്പറ്റീറ്റേഴ്സ്. അതായത് രണ്ട് ഫേമുകൾ തമ്മിൽ അല്ലെങ്കിൽ രണ്ട് പാർട്ടീസ് തമ്മിൽ ഒരു കോമ്പറ്റീഷൻ ഉണ്ടെങ്കിലും അവർ തമ്മിലൊരു പേഴ്സണൽ കോണ്ടാക്റ്റ് വേണമെന്ന് നിർബന്ധമില്ല. അപ്പോൾ ആ സ്റ്റേറ്റ്മെൻറ്റും എങ്ങനെ തന്നെയാണ്, കറക്റ്റാണ് വരുന്നത്. ഇനി അടുത്തത്, ഇറ്റ് ഈസ് എ കണ്ടിന്യൂസ് പ്രോസസ്സ്. ബിസിനസ് ഫേമുകളുമായിട്ട് ബന്ധപ്പെട്ടൊരു കോമ്പറ്റീഷൻ എന്ന് പറയുമ്പോൾ എങ്ങനെയാണ്, കണ്ടിന്യൂസ് ആയിട്ട് വരുന്നതാണ്. ആ സ്റ്റേറ്റ്മെൻറ്റും കറക്റ്റാണ്. അടുത്തത്, വയലേറ്റ് ആൻഡ് ഇഗ്നോർ സോഷ്യൽ നോംസ്.
കോമ്പറ്റീഷൻ, കോൺഫ്ലിക്റ്റ്, കോപ്പറേഷൻ ഇതെല്ലാം സോഷ്യൽ പ്രോസസ്സാണ്. അപ്പോൾ കോമ്പറ്റീഷനും എന്ത് തന്നെയാണ്? സോഷ്യൽ പ്രോസസ്സാണ്. ആ കോമ്പറ്റീഷൻ ഒരു കണ്ടിന്യൂസ് ആണെന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ആ ഒരു കണ്ടിന്യൂസ് പ്രോസസ്സ് അല്ലെങ്കിൽ കോമ്പറ്റീഷൻ കണ്ടിന്യൂ ചെയ്യുമ്പോൾ ഒരു കാരണവശാലും എന്ത് ചെയ്യാൻ പാടില്ല? സോഷ്യൽ നോംസ് വയലേറ്റ് ചെയ്യാനായിട്ട് പാടില്ല. അപ്പോൾ എന്താണ് ഈ സ്റ്റേറ്റ്മെൻറ്റ്? ഇതുമായിട്ട് ബന്ധപ്പെട്ട് തെറ്റാണ്. കോമ്പറ്റീഷൻ വരുമ്പോൾ സോഷ്യൽ നോംസ് വയലേറ്റ് ചെയ്യുന്നു എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. വയലേറ്റ് ചെയ്യാൻ പാടില്ല. സ്റ്റേറ്റ്മെൻറ്റ് റോങ് ആണ്. അപ്പോൾ നമുക്ക് ആൻസർ ഏതാ വരുന്നത് നോക്കാം. ഓപ്ഷൻ എ 1, 2 and 3 only. ഓപ്ഷൻ ബി 1 and 2 only. ഓപ്ഷൻ സി 4 only. ഓപ്ഷൻ ഡി 3 and 4 only. ആൻസർ ഏതാ വരിക? 4 only ആണ്. ഓപ്ഷൻ സി ആണ് ആൻസർ ആയിട്ട് വരിക. 49ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. മോർ ബെനിഫിറ്റ്സ് ഫ്രം എ സൊസൈറ്റി ടു സെയിം ക്ലയൻസ് മീൻസ് ഡാഷ്. ഓപ്ഷൻ എ മൾട്ടി പർപ്പസ്, ഓപ്ഷൻ ബി മൾട്ടി ഫങ്ഷണൽ, ഓപ്ഷൻ സി നോൺ ഫങ്ഷണൽ, ഓപ്ഷൻ ഡി നൺ ഓഫ് ദീസ്. ചോദിച്ചിരിക്കുന്നത് എന്താണ്? മോർ ബെനിഫിറ്റ്സ് ഫ്രം എ സൊസൈറ്റി ടു സെയിം ക്ലയൻസ്. അതായത് ഒരു സൊസൈറ്റി തന്നെ എന്ത് ചെയ്യുന്നു, അല്ലെങ്കിൽ അതിൻ്റെ ക്ലയൻസിന് എന്ത് ചെയ്യുന്നു? മോർ ബെനിഫിറ്റ്സ് പ്രൊവൈഡ് ചെയ്യുകയാണ്. ഇപ്പോൾ എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബാങ്കിങ്, മാർക്കറ്റിംഗ്, ഇൻഷുറൻസ് അങ്ങനെ പറഞ്ഞിട്ടുള്ള പല ബെനിഫിറ്റ്സും ഒരു ഫേമിൽ നിന്ന് തന്നെ ക്ലയൻസിന് കിട്ടുകയാണെങ്കിൽ അപ്പോൾ തന്നെ ആൻസർ നമുക്ക് കിട്ടും. എന്താ? മൾട്ടി പർപ്പസ്, മൾട്ടി ഫങ്ഷണൽ, നോൺ ഫങ്ഷണൽ എന്നൊക്കെയാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം മൾട്ടി ഫങ്ഷൻസ് ആണ് അവർക്ക് കിട്ടുന്നത്. എന്താ വരിക ആൻസർ? മൾട്ടി ഫങ്ഷണൽ ആയിരിക്കും. ഓപ്ഷൻ ബി ആണ് കറക്റ്റായിട്ട് വരിക. ഇനി എന്താണ് മൾട്ടി പർപ്പസ് അല്ലെങ്കിൽ മൾട്ടി ഫങ്ഷണൽ? ജസ്റ്റ് 2 സെൻറ്റൻസ് നോക്കാം. മൾട്ടി പർപ്പസ് സൊസൈറ്റീസ് എന്ന് പറയുമ്പോൾ എ സൊസൈറ്റി വിച്ച് അണ്ടർടേക്സ് ഓൾ ആക്ടിവിറ്റീസ് അഫക്റ്റിംഗ് ദ ഡെയിലി ലൈഫ് ആൻഡ് ബിസിനസ് ഓഫ് ദ അഗ്രികൾച്ചറിസ്റ്റ്. അതായത് ഒരു സൊസൈറ്റിയുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന മെമ്പേഴ്സ് അല്ലെങ്കിൽ അഗ്രികൾച്ചറിസ്റ്റിന് അവരുടെ ഡെയിലി ലൈഫും ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ടുള്ള എല്ലാ ആക്ടിവിറ്റീസും ചെയ്തു കൊടുക്കുന്നുണ്ടെങ്കിൽ, ആ സൊസൈറ്റിയുടെ മെയിൻ ഫംഗ്ഷൻ കൂടാതെ എല്ലാ ആക്ടിവിറ്റീസും കൊടുക്കുന്നുണ്ടെങ്കിൽ അതിനെ മൾട്ടി പർപ്പസ് എന്ന് പറയുന്നു. ഇനി ബേസിക് ഐഡിയ റിഗാർഡിംഗ് മൾട്ടി പർപ്പസ് സൊസൈറ്റി ഇൻ ദ വേർഡ്സ് ഓഫ് ഹൊറൈസ് പ്ലങ്കറ്റ്. അതായത് ബെറ്റർ ഫാമിംഗ്, ബെറ്റർ ബിസിനസ് ആൻഡ് ബെറ്റർ ലിവിങ്. നമുക്ക് പ്രീവിയസ് ഒക്കെ കണ്ടിട്ടുള്ളതാണ്. ഹൊറൈസ് പ്ലങ്കറ്റുമായിട്ട് ബന്ധപ്പെട്ട് എന്താണ് ബെറ്റർ ഫാമിംഗ്, ബെറ്റർ ബിസിനസ് ആൻഡ് ബെറ്റർ ലിവിങ്. അത് ബെറ്റർ ഫാമിങ്ങിന് വേണ്ടി ലോൺ കൊടുക്കുന്നു. ഇനി അവരുടെ ബിസിനസ്സിനെയും അല്ലെങ്കിൽ അവരുടെ ലൈഫിനെയും ഹെൽപ്പ് ചെയ്യുന്ന രീതിയിലുള്ള സർവീസസും കൂടി കൊടുക്കുന്നതാണ് മൾട്ടി പർപ്പസ് സൊസൈറ്റി എന്ന് പറയുക. ഇനി എന്താണ് മൾട്ടി ഫങ്ഷണൽ എന്ന് ചോദിച്ചാൽ ഒരു സൊസൈറ്റി തന്നെ ഒന്നിലധികം ഫങ്ഷൻസ് എന്ത് ചെയ്യുന്നു? മെമ്പേഴ്സിന് കൊടുക്കുകയാണ്. മൾട്ടി ഫങ്ഷണൽ കോപ്പറേറ്റീവ്സ് ഈസ് സൊസൈറ്റീസ് എൻഗേജ്ഡ് ഇൻ മൾട്ടി ഫങ്ഷണൽ ആക്ടിവിറ്റീസ് ലൈക്ക് ബാങ്കിങ് സർവീസസ്, ദെൻ മാർക്കറ്റിംഗ് സർവീസസ്, പ്രോസസ്സിംഗ് ഓഫ് പ്രോഡക്ട്സ്, വെയർഹൗസിംഗ്, കൺസ്യൂമർ ആർട്ടിക്കിൾസിൻ്റെ സപ്ലൈ, അതുപോലെ പറഞ്ഞിട്ടുണ്ട് എന്താണ് ഫെയർ പ്രൈസസ് ആൻഡ് അതർ സർവീസസ് ഫോർ ദ ബെറ്റർമെൻറ്റ് ഓഫ് സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് ഓഫ് ദ മെമ്പേഴ്സ്. ഒരേ സമയം ഒന്നിലധികം ഫങ്ഷൻസ് കൊടുക്കുന്നു. അതാണ് മൾട്ടി ഫങ്ഷണൽ എന്ന് പറയുക. ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ 50ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. കോപ്പറേറ്റീവ് എൻ്റർപ്രൈസ് ഈസ് എ കോമ്പിനേഷൻ ഓഫ് ഡാഷ്. ഓപ്ഷൻ എ ബിസിനസ് എൻ്റർപ്രൈസ്, ഓപ്ഷൻ ബി സോഷ്യൽ എൻ്റർപ്രൈസ്, ഓപ്ഷൻ സി ബോത്ത് എ ആൻഡ് ബി, ഓപ്ഷൻ ഡി നൺ ഓഫ് ദീസ്. നമുക്കറിയാം ഒരു കോപ്പറേറ്റീവ് എൻ്റർപ്രൈസ് എന്ന് പറയുമ്പോൾ സർവീസ് മോട്ടീവാണ് അതിനകത്ത് വരുന്നതെന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ അതുകൂടാതെ എന്താണ് ഒരു പ്രോഫിറ്റും അവിടെ വരുന്നുണ്ട്. അപ്പോൾ അതെന്താണ്? ഒരു ബിസിനസ് എൻ്റർപ്രൈസ് ആണ്. അതുപോലെ എന്താണ്? ഒരു സോഷ്യൽ എൻ്റർപ്രൈസ് ആണ്. ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി എന്ന് പറയുമ്പോൾ ലോക്കൽ നീഡ്സിൻ്റെയൊക്കെ സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടി ക്രിയേറ്റ് ചെയ്യുന്ന കാര്യമൊക്കെ പറഞ്ഞ് നമ്മൾ പ്രീവിയസ് പഠിച്ചതാണ്. അപ്പോൾ ഒരു ബിസിനസ് എൻ്റർപ്രൈസ് ആണ്. അതേപോലെ തന്നെ ഒരു എന്താണ്? ഒരു സോഷ്യൽ എൻ്റർപ്രൈസ് ആണ്. അപ്പോൾ ആൻസർ ഏതായിരിക്കും വരിക? ബോത്ത് എ ആൻഡ് ബി ആയിരിക്കും ആൻസർ വരിക. 50ാമത്തെ ക്വസ്റ്റിൻ്റെ ആൻസർ ഓപ്ഷൻ സി ആണ്. താങ്ക് യു വെരി മച്ച്.